കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനം അത് സാധാരണ നിലക്ക് ഒരു മുഖ്യമന്ത്രി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വസ്തുതകളായിരിക്കണം. ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് നാടെപ്പോഴും പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ആധികാരികമായ വാക്കുകളാണ്. അപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിർഭാഗ്യവശാൽ ആ പത്രസമ്മേളനത്തിൽ തന്നെ ഒന്നിലധികം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവ വസ്തുതകൾക്ക് നിരക്കാത്തതായി അദ്ദേഹം അവതരിപ്പിക്കുന്നതായി കണ്ടു. ചിലപ്പോൾ ചില കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോയി എന്ന് വരാം. ഇത് അങ്ങനെയല്ല. ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയായിരുന്നു. ഒന്നാമത്തെ കാര്യം, എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ആരോപണം ഞാൻ വർഗീയത പരത്തുകയാണെന്ന്. ഇത് ഇപ്പോൾ ഉയർന്നു വന്ന വഖഫ് ബോർഡ് വിഷയത്തിൽ ഞാനെടുത്ത നിലപാടുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. ആരോപണം എന്തടിസ്ഥാനത്തിലാണ് അത് വ്യക്തമാക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ഇവിടെ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുക എന്ന നിലപാട് BJPയുടേതാണ്. BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമഭേദഗതിയാണ്. ആ നിയമഭേദഗതി BJP ഇതര ഗവൺമെൻറ് എന്ന നിലക്ക് ആദ്യമായി അംഗീകരിക്കുന്ന ഒരു സംസ്ഥാനമായാണ് കേരളത്തെ ഇപ്പോൾ UDF സർക്കാർ മാറ്റുന്നത്. അതായത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമഭേദഗതി അംഗീകരിച്ച് ഇവിടെ ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കുകയാണ് UDF സർക്കാർ ചെയ്തത്. ഇത് കൃത്യമായ വ്യക്തമായ സംഘപരിവാർ സേവയാണ്. അത് പൂർണ്ണമായി തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് അദ്ദേഹം നിലവിട്ട് സംസാരിക്കുന്ന നില വന്നിട്ടുള്ളത്. ഇവിടെ എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ കാലത്ത് ഞാൻ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി വെച്ച് പരിശോധിക്കണമല്ലോ. ഇവിടെ LDF സർക്കാരുകൾ എല്ലാ മതവിഭാഗങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന
വിശ്വാസ സ്വാതന്ത്ര്യമാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. നേരത്തെ മുഖ്യമന്ത്രി നിലയിൽ പ്രവർത്തിക്കുമ്പോഴും അതേ നിലപാട് തന്നെയാണ് ഞാനും സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞാൻ തുടരുന്നത്. അതിൽ അണുകിട വ്യത്യാസം വരുത്തിയിട്ടില്ല. ഓരോ വിഭാഗത്തിൻ്റെയും മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനും അതത് വിഭാഗങ്ങളിൽപ്പെട്ടവർ ഉൾക്കൊള്ളുന്ന ഭരണസമിതികളാണ് കാലാകാലങ്ങളായി പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പോൾ വഖഫിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ 1913 ബ്രിട്ടീഷ് ഭരണകാലമാണല്ലോ വഖഫുകൾക്ക് നിയമപരമായി അംഗീകാരം നൽകുന്ന ആദ്യ നിയമം വരുന്നത്. പിന്നീട് അതിൽ പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട്. 1923, 1954, 1955 വഖഫ് നിയമങ്ങൾ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോഴൊന്നും വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര വിഭാഗങ്ങളിലുള്ളവരെ അംഗങ്ങളാക്കിയിട്ടില്ല. അപ്പോൾ ഒരു നൂറ്റാണ്ടിലേറെ തുടർന്നു വരുന്ന സമ്പ്രദായം അതാണ് BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മാറ്റാൻ നിയമഭേദഗതി കൊണ്ടുവന്നത്. അമുസ്ലിങ്ങളെ കൂടി ബോർഡിൽ തിരികെ കയറ്റാനുള്ള ഭേദഗതിയാണ് അവർ കൊണ്ടുവന്നത്. അതിന് പുറകിലുള്ള സ്ഥാപിത താല്പര്യം വ്യക്തമാണ്. അതിനോട് വിയോജിക്കുക എന്നത് വർഗീയവാദം പ്രചരിപ്പിക്കലാണോ? എന്നാൽ കാണേണ്ട കാര്യം, അതിനോട് യോജിച്ചു പോകൽ സംഘപരിവാർ അജണ്ടയ്ക്ക് മുൻപിലുള്ള നഗ്നമായ കീഴടങ്ങലല്ലേ? അങ്ങനെ വിയോജിക്കുന്നവരെ BJPക്കാർ അധിക്ഷേപിക്കുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം അവരുടെ നിലപാട് വർഗീയ നിലപാടാണ്. എന്നാൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി BJPയുടെ നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ?